ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇതേപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഇതേപോലെ ഹെയർ ടൈസ് ഉണ്ടാവില്ലേ. അപ്പോൾ ഈ ഹെയർ ടൈസ് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്താലോ, ഒരു ട്രെൻഡി ആക്കി എടുത്താലോ, അല്ലെങ്കിൽ നല്ലൊരു ഫാഷനബിൾ ആയിട്ട് എടുത്താലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ അതാ ഇതേപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ടൈങ്കീസ് നൂൽ എന്നൊക്കെ പറയും, ഫിഷിംഗ് വയർ, അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു 5 ബീഡ് നമ്മളിത് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ടൈ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ 100 രൂപയ്ക്ക് കൊടുത്ത ഒരു 200 പീസൊക്കെ നമുക്ക് മീഷോന്നൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ 5 എണ്ണം എടുത്തതിന് ശേഷം എന്താ അതിൽ ഏറ്റവും ലാസ്റ്റ് ബീഡിൽ നമ്മളിത് ഇതേപോലെ നൂല് ഇങ്ങോട്ട് കോർത്തിട്ട് രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ച് ഇതേപോലെ വലിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് പീസായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം 2 സൈഡിലുള്ള സ്ട്രിങ്ങിലോട്ടും 2 ബീഡ് വീതമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം 5 എണ്ണം ഇട്ടിട്ട് ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത ബീഡ് വലിച്ചെടുത്തു. അതിനുശേഷം 2 സൈഡിൽ വരുന്ന 2 ബീഡ് സ്ട്രിങ് ഉണ്ടല്ലോ, അതിലോട്ട് 2 ബീഡ് വീതം ഇട്ടു കേട്ടോ. കണ്ടോ, ഇതേപോലെ ഇട്ടു. എന്നിട്ട് അതിൽ ഒരു സൈഡിലത്തെ ലാസ്റ്റ് കിടക്കുന്ന ബീഡിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തെ സൈഡിലത്തെ നൂല് ഇതേപോലെ വലിച്ചെടുത്തു കേട്ടോ. അപ്പോൾ വീണ്ടും അവിടെ ഒരു റൗണ്ട് പീസ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ വീണ്ടും നമ്മൾ 2 ബീഡ് വീതം ഓരോരോ സൈഡിലും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ചെയ്ത സൈഡിൽ നിന്നല്ല അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലത്തെല്ലാം വലിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് കറക്റ്റായിട്ട് ലെവലായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇത് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കെട്ടിക്കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു 3 എണ്ണം ചെയ്യുന്നുള്ളൂ. കെട്ടിക്കൊടുത്തതിന് ശേഷം ഓരോ സ്ട്രിങ്ങും ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആ ബീഡിൻ്റെ ഉള്ളിലൂടെ വലിച്ചു വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും, അതിന് വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സൂചി നൂല് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ഈ ഒരു ടൈങ്കീസ് നൂലായതുകൊണ്ട് സൂചി നൂലിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ ആദ്യം എടുത്തു, പിന്നെ വേണ്ടാന്ന് വെച്ചു കേട്ടോ. എന്നിട്ട് നല്ല ഭാഗത്തൂടെ കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗത്തോട് ഇതേപോലെ എടുക്കാം. കണ്ടോ, ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ടൈങ്കീസ് നൂല് നന്നായിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം അതിനെ തിരിച്ച് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് എടുത്തു. അവിടെ ഒരു ഹോൾ വന്നിട്ടില്ലേ, അതിലൂടെ എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളൊരു ബീഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതേപോലെ ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ട് ആ ബീഡിനെ നമ്മൾ കറക്റ്റായിട്ട് ആദ്യം ടൈ ഒന്ന് കറക്റ്റായിട്ട് നമ്മുടെ കൈൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ ആ ബീഡിനെ എടുത്തിട്ട് ആ ടൈങ്കീസ് നൂല് രണ്ടും താഴത്തോട്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് കൈ കൊണ്ട് വെച്ചിട്ട് ആ നൂലൊന്നും കാണാത്ത വിധത്തിൽ വെച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന വിധത്തിൽ നമ്മളിതൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് അത് താഴെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഓക്കെ, അപ്പോൾ 1-2 കെട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതാ വീണ്ടും ആ ഒരു ടൈങ്കീസ് നൂലിനെ ഉണ്ടല്ലോ, അടുത്തൊരു ഹോള് വരുന്നില്ലേ, അവിടേക്ക് നമ്മൾ കുത്തി മുകളിലോട്ട് തന്നെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു ഹോളിലൂടെ ജസ്റ്റ് കുത്തിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു നൂലായതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ നൂലാണെങ്കിൽ നമ്മൾ സൂചി നൂലും യൂസ് ചെയ്യണം കേട്ടോ. കണ്ടോ, ഇതേപോലെ ആ ഹോളിലൂടെ എടുത്തു. വീണ്ടും നമ്മളൊരു ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഹോളിലൂടെ തന്നെ നമ്മൾ ഇറക്കിയിട്ട് ഉള്ളിലോട്ട് വരുമല്ലോ. അപ്പോൾ 2 നൂലുകളും ഉള്ളിലോട്ട് വരും. അപ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ നൂല് കാണാത്ത വിധത്തിൽ ഹോളും അതുപോലെ ബീഡിൻ്റെ ഹോളും കാണാത്ത വിധത്തിൽ വേണം നമ്മളിത് കുത്തിയിറക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് കെട്ടിക്കൊടുത്തിട്ട് വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത ഹോളിലൂടെ വീണ്ടും നമ്മുടെ ആ ഒരു ബീഡിനെ താഴ്ത്തുനിന്ന് മുകളിലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ബീഡ് ഇടുമ്പോഴും നമ്മൾ കെട്ടിക്കൊടുക്കണം കേട്ടോ. അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ചെയ്ത് നമ്മൾ ലാസ്റ്റ് ബീഡിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഹോളിലും എടുത്ത് ഇടുകയാണ്. അപ്പോൾ ഇതേപോലെ ഒരെണ്ണത്തും എടുക്കുക, ഹോളിൽ കൂടെ എടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ബീഡ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ബീഡ് ലാസ്റ്റ് ഇടുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ത്രെഡിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബീഡിൽ ഇട്ടിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റേ ത്രെഡും കൂടെ വലിച്ചെടുക്കുന്നുണ്ട്. അതോടെ ടൈ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം താഴെ കൊണ്ടുവന്നിട്ട് നമ്മളിതിനെ കെട്ടിക്കൊടുക്കുകയാണ്. ഫുള്ള് വേണമെങ്കിൽ ഫുള്ളായിട്ട് ചെയ്യാം, പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഫുള്ള് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടായാലും ചെയ്യാം കേട്ടോ. അതിനുശേഷം ഈ ഒരു നൂലായതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഊരിപ്പോരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ലൈറ്റർ എന്തെങ്കിലും വെച്ച് ഉരുക്കിയിട്ട് വേണം ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ടൈ ഇവിടെ ഉണ്ട്. നമ്മുടെ ആ പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ടൈക്ക് പകരമായിട്ട് നമ്മുടെ ബീഡഡ് ആയിട്ടുള്ള ഹെയർ ടൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോളിന് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഇതേപോലെ ബീഡ്സ് ഒന്നും ഇല്ലെങ്കിലും പൊട്ടിയ മാലമുത്തുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു ഹെയർ ടൈ കുട്ടികളുള്ളിടത്ത് എന്തായാലും ഇല്ലാതിരിക്കില്ല അല്ലേ. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, മീഷോയിൽ പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് 100 രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. കണ്ടോ, നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ടൈ ആണെങ്കിൽ നോക്കുക ഇതേപോലെ ഇരിക്കുള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിത് അടിപൊളിയായിട്ട് ഹെയർ ടൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.